ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ വർത്തമാന പുസ്തകം പാഠവും പൊരുളും ഒരു ചരിത്ര വിചാരം നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുകയാണ്. പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാം. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളുടെ സഭയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ പരിപൂർണമായും അങ്ങയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ അധ്വാനങ്ങളും ഞങ്ങളുടെ ഓരോ പഠനങ്ങളും കൂടുതൽ ഈശോയെ നിന്നിലേക്ക് അടുക്കുവാനും സഭയെ മനസ്സിലാക്കുവാനും അങ്ങനെ ഞങ്ങളുടെ സഭാത്മക ജീവിതം ക്രൈസ്തവ ജീവിതത്തിൽ കൂടുതൽ ആഴത്തിൽ വളർന്ന് മുന്നോട്ട് പോകുവാനുള്ള കൃപയും അനുഗ്രഹം നൽകണമേ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് സമൃദ്ധമായി നൽകുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മളിന്ന് വർത്തമാന പുസ്തകത്തിലെ 21-ാം പാഠമാണ് പഠന വിധേയമാക്കുക. പേജ് നമ്പർ 128 മുതൽ 133 വരെയുള്ള പേജുകളിലാണ് ഈ ഭാഗമുള്ളത്. എന്നും പറയുന്നത് പോലെ ഈ ഭാഗമൊന്ന് വായിക്കണം. ഒന്നെങ്കിൽ വോയിസ് ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ വായിക്കുക, അല്ല എങ്കിൽ വായിച്ചതിന് ശേഷം വോയിസ് കേൾക്കുക. ഇനി അതിൽ രണ്ടും കൂടി ആയാലും കുഴപ്പമൊന്നുമില്ല. അത്രമാത്രം കൂടുതൽ പുസ്തകത്തോട് ചേർന്ന് നിൽക്കുന്നുവോ ക്ലാസ്സിനോട് ചേർന്ന് നിൽക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ സഭയുടെ ചരിത്രം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാം. പാറേമാക്കൽ തോമ കത്തനാർ രചിച്ച വർത്തമാന പുസ്തകത്തിലെ 21-ാം പാഠത്തെ ആസ്പദമാക്കി തരങ്ങൻപാടിയിലുണ്ടായ പ്രധാന സംഭവങ്ങൾ താഴെ പറയുന്ന 5 പ്രധാന ആശയങ്ങളായിട്ട് വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. 1. അപ്രതീക്ഷിതമായ അതിഥികളും പ്രവചന നിവൃത്തിയും. ഞങ്ങൾ തരങ്ങൻപാടിയിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ കാരയ്ക്കൽ പ്രദേശം ഇംഗ്ലീഷുകാർ പിടിച്ചടക്കി. ഭയവിഹുലനായ ഫ്രഞ്ച് പാതിരി മുജിസ്താൻ തൻ്റെ പദവികൾ മറന്ന് കാൽനടയായി അഭയം തേടി തരങ്ങൻപാടിയിലെത്തി. ഇദ്ദേഹം ഇപ്രകാരം വരുമെന്ന് മൽപ്പാൻ നേരത്തെ പ്രവചിച്ചിരുന്നത് അക്ഷരം പ്രതി സംഭവിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഇതിൽ 2-ാമത്തെ ആശയമെന്ന് പറയുന്നത് സൗഹൃദങ്ങളും സഹായങ്ങളും. തരങ്ങൻപാടിയിൽ താമസിക്കുമ്പോൾ ലുബലി എന്ന ഫ്രഞ്ചുകാരൻ ഞങ്ങളുമായി വലിയ സൗഹൃദത്തിലായി. മൽപ്പാന് ഫ്രഞ്ച് ഭാഷ അറിയാമായിരുന്നത് ഈ ബന്ധം സുദൃഢമാക്കി. കൂടാതെ അവിടുത്തെ വികാരിയായ ഗോവക്കാരൻ പാതിരിയും ഞങ്ങളെ സന്ദർശിക്കുകയും കുർബാന ധർമ്മം നൽകി സഹായിക്കുകയും ചെയ്തു. യുദ്ധം കാരണം പലായനം ചെയ്തെത്തിയ വിശ്വാസികളും ഞങ്ങളെ കാണാൻ എത്തിയിരുന്നു. 3-ാമത്തെ ആശയമെന്ന് പറയുന്നത് മാത്തൻ കത്തനാരും സംഘവും തിരിച്ചെത്തുന്നു. മൈലാപ്പൂരിൽ പോയ മാത്തൻ കത്തനാർ തിരിച്ചെത്തി തൻ്റെ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. ഇംഗ്ലീഷുകാരുടെ തടവിൽപ്പെട്ടെങ്കിലും കന്യാമാതാവിൻ്റെ അനുഗ്രഹത്താൽ, അതായത് ജപമാല ചൊല്ലി കൊന്ന നമസ്കാരം വഴിയായിട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ട കഥ അദ്ദേഹം വിവരിച്ചു. തുടർന്ന് ഇട്ടിക്കുരുവിള തരകനും സംഘവും പുതുച്ചേരിയിലെ യുദ്ധവിവരങ്ങളുമായി എത്തിച്ചേർന്നു. 4-ാമത്തെ ആശയം യാത്രാസംഘത്തിൻ്റെ പുനഃക്രമീകരണം. യൂറോപ്പിലേക്കുള്ള ഭാരിച്ച ചിലവും യുദ്ധസാഹചര്യവും കണക്കിലെടുത്ത് സംഘത്തിലെ എല്ലാവർക്കും കൂടി പോകാൻ കഴിയില്ലെന്ന് തീരുമാനിച്ചു. കൈവശമുള്ള പണം ഉപയോഗിച്ച് മൽപ്പാൻ, തോമാ കത്തനാർ, 2 വിദ്യാർത്ഥികൾ എന്നിവർ മാത്രം റോമിലേക്ക് പോകാനും മറ്റുള്ളവർ കേരളത്തിലേക്ക് മടങ്ങാനും നിശ്ചയിച്ചു. റോമിന് പോകാൻ വാശി പിടിച്ച ചാക്കോ കത്തനാരെ സമാധാനിപ്പിച്ച് നാട്ടിലേക്ക് അയച്ചു. 5-ാമത്തെ ആശയം വേർപിരിയലും പുതിയ പ്രതീക്ഷയും. 1778 സെപ്റ്റംബർ 6-ന് വിശുദ്ധ ശൗരാരു പള്ളി അങ്കണത്തിൽ പ്രാർത്ഥനകൾക്ക് ശേഷം ഇരു സംഘങ്ങളും കണ്ണീരോടെ യാത്ര പറഞ്ഞു. തൻ്റെ ഗുരുവായ ഐപ്പ് കത്തനാരുടെ അനന്തരവൻ മാത്തൻ കത്തനാരോട് തോമാ കത്തനാർ ആശീർവാദം വാങ്ങി. പറങ്കി കപ്പൽ വഴി യൂറോപ്പിലേക്ക് പോകാനുള്ള വഴി തെളിഞ്ഞെന്ന ഗോവാക്കാരൻ പാതിരിയുടെ വിവരമനുസരിച്ച് ഞങ്ങൾ ചിന്നപട്ടണത്തേക്ക് തിരിച്ചു. ഈ 5 ആശയങ്ങളാണ് ഇന്ന് നമ്മുടെ പ്രധാനമായിട്ടും ക്ലാസ്സിൽ നമ്മൾ കേട്ടത്.
എല്ലാ ക്ലാസ്സിനു ശേഷവും ആരംഭവും പറയുന്നത് പോലെ വർത്തമാന പുസ്തകം വായിക്കണം, ക്ലാസ് കേൾക്കണം എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇംഗ്ലീഷുകാർ കാരക്കൽ പിടിച്ചടക്കിയപ്പോൾ തരങ്ങൻപാടിയിലേക്ക് ഓടിയെത്തിയ ഫ്രഞ്ച് പാതിരി ആര്? മുജിസ്ഥാൻ പാതിരി. പാതിരിമാർ സാധാരണയായി യാത്ര ചെയ്തിരുന്ന പല്ലക്കോ കുതിരയോ ഇല്ലാത്ത മുജിസ്ഥാൻ പാതിരി എപ്രകാരമാണ് എത്തിയത്? കാൽനടയായി വെയിലേറ്റു വലഞ്ഞ് അതീവ പരിഭ്രമത്തോടെയാണ് എത്തിയത്. മൽപ്പാന് ഫ്രഞ്ച് ഭാഷ അറിയാമായിരുന്നു എന്നത് ആരോടുള്ള ബന്ധം സ്ഥാപിക്കാനാണ് സഹായിച്ചത്? തരങ്ങൻപാടിയിൽ താമസിച്ചിരുന്ന ലുബലി എന്ന ഫ്രഞ്ചുകാരനുമായി. യൂറോപ്പിലേക്ക് പോകാൻ വഴി തെളിയുന്നതിനായി മൽപ്പാൻ നേർന്ന നേർച്ച എന്തായിരുന്നു? ലൊറോത്തയിലുള്ള പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ഭവനത്തിലെത്തി ഒരു കുർബാന ചൊല്ലാമെന്ന്. മാത്തുൻ കത്തുനാർ മൈലാപ്പൂരിൽ വെച്ച് ആരെയാണ് കണ്ട് മൽപ്പാൻ്റെ കത്തു നൽകിയത്? മൈലാപ്പൂരിലെ മെത്രാനെ. ഇംഗ്ലീഷുകാരുടെ തടവിൽ നിന്നും മാത്തൻ കത്തനാർ രക്ഷപ്പെട്ടത് ഏതു പ്രാർത്ഥനയുടെ ശക്തിയിലാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്? കൊന്ത നമസ്കാരത്തിൻ്റെ അത്ഭുത ശക്തിയാൽ. മാത്തൻ കത്തനാരുടെ ആകാരവടിവും ബുദ്ധിശക്തിയും കണ്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചത് ആര്? ലുബലി എന്ന ഫ്രഞ്ചുകാരൻ. യാത്രയ്ക്കായി സംഘത്തിന് കൈവശം ആകെ ഉണ്ടായിരുന്ന പണം എത്രയായിരുന്നു? 43,280 ചക്രം. തോമാ കത്തനാർ തന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് മൽപ്പാൻ നിർദ്ദേശിക്കാൻ കാരണമെന്താണ്? ലത്തീൻ ഭാഷ അറിയാമായിരുന്നതിനാൽ യൂറോപ്പിലെ മറ്റു ഭാഷകൾ പഠിക്കാനും എഴുത്തുകുത്തുകൾ നടത്താനും അദ്ദേഹം പ്രാപ്തനായിരുന്നു. റോമിലേക്ക് പോകണമെന്ന് വാശി പിടിക്കുകയും പിന്നീട് അസംതൃപ്തിയോടെ മടങ്ങുകയും ചെയ്തതാര്? ചാക്കോ കത്തനാർ. യാത്ര തിരിക്കുന്നതിന് മുമ്പ് സംഘം എല്ലാവരും കൂടി പ്രാർത്ഥന നടത്തിയത് എവിടെ വെച്ചായിരുന്നു? തരങ്ങൻപാടി കോട്ടയ്ക്ക് പുറത്തുള്ള വിശുദ്ധ ശൗര്യാരു പുണ്യവാൻ്റെ പള്ളിയിൽ. തോമാ കത്തനാർ ആരുടെ നാമത്തിലാണ് മാത്തൻ കത്തനാരോട് ആശീർവാദം ചോദിച്ചത്? തൻ്റെ ഗുരുവായിരുന്ന കടനാട്ടിൽ കാനാട്ട് ഐപ്പു കത്തനാരുടെ നാമത്തിൽ.